സമയം 10:27. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുകയാണ് അടുത്ത 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന്. അതായത് ഡെയിലി വീഡിയോ ക്രിയേറ്റ് ചെയ്യും, ഒരു 3 days ഗ്യാപ്പിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് ഞാൻ കോഴിക്കോട് വീഡിയോ എഡിറ്റർ ആയിരുന്നു ഏകദേശം കഴിഞ്ഞ 6 മാസം, ഡിസംബർ ടു മെയ്. അപ്പം അവിടുത്തെ ഒരു ലാസ്റ്റ് ദിവസം ഞാൻ ചുമ്മാ ഒരു വ്ളോഗ് പോലെ എടുത്തു. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഫോണിൻ്റെ സ്റ്റോറിയും പറയാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണാണ് Vivo X90. ഈ ഒരു ഫോൺ എങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്നുള്ള സ്റ്റോറി ആദ്യം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഫോൺ വാങ്ങിയ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാലത്താണ്, അതായത് ഐ തിങ്ക് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു ദിവസം കാലത്ത് അന്ന് ഞാൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഈ ഒരു ആഡ് കണ്ടത്. ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലാണ് കണ്ടത്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിൽ ഞാൻ സാധനം കൊള്ളാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോട് ഗൾഫ് ബസാറോ ഗൾഫ് മാർക്കറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന്റെ ഉള്ളിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് കയറി ചെല്ലുന്നത്. ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും നിറയെ മൊബൈൽ കട ഉള്ളൊരു സ്ഥലമാണ് അവിടെ. മാത്രമല്ല എല്ലാ കടയിലും ഫോണുകൾ, സെയിൽസ്, സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സെയിൽസ് ആണ് മെയിനായിട്ട്. അപ്പൊ ഞാൻ കണ്ട ഒരു കട തപ്പി പിടിച്ചു. ഐ തിങ്ക് കട നമ്പർ എനിക്ക് ഓർമ്മയില്ല. ആ നമ്പർ കണ്ടുപിടിച്ച് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. ഫോൺ കണ്ടു, കുഴപ്പമില്ല, നല്ല നല്ല സാധനമാണ്. അങ്ങനെ ഞാൻ കുറച്ച് സംസാരിച്ചു, ഞാൻ അങ്ങ് ഫോൺ എടുത്തു. പണ്ട് എനിക്ക് വിവോ എന്ന ബ്രാൻഡിന്റെ ഫോണുകൾ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ അലഞ്ചേട്ടനായിരുന്നു ഈ ഒരു വിവോ ഫോണുകളുടെ ആ ഒരു ഗുണം എനിക്ക് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ ആളുടെ കയ്യിൽ Vivo X80 ഉണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പൊന്ന് ശ്രമിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായ ഗിംബൽ ഞാൻ അന്ന് സെയിൽ ചെയ്തു. അലഞ്ചേട്ടൻ്റെ ഞാൻ വാങ്ങിയ ഗിംബൽ ഞാൻ വീണ്ടും സെയിലാക്കി. അങ്ങനെ ഞാൻ ആ ഫോണിൻ്റെ ബാറ്ററിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചതിന് ശേഷം അത് വാങ്ങാനൊന്ന് പോസ് ചെയ്തു. അപ്പോഴായിരുന്നു ആളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വീണ് പൊട്ടിയത്. പിന്നീട് ഞാൻ ഈ ഒരു വിവോയുടെ X80 ആയിരുന്നു, അത് X90 എന്ന് പറയുന്ന മോഡലെടുത്തു. സത്യം പറയാലോ, എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. മാത്രമല്ല ഈ വിവോയുടെ X സീരീസ് ഫോണുകളാണ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫോണുകൾ. അതുപോലെ തന്നെ സയാസിൻ്റെ കൊളാബറേഷനുള്ള ലെൻസ് ഉണ്ട്. സയാസാണ് സീസാണ് ഇവരുടെ ലെൻസ്, അതായത് ക്യാമറ മൊഡ്യൂളിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ എഞ്ചിനീയർഡ് ബൈ സീസാണ്. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ ഞാൻ കൊടുക്കാൻ കിടിലോ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഫോൺ എടുത്ത്. ഇതാണ് സാധനം. ഏതാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ബട്ട് ഇതാണ് സാധനം. അപ്പോൾ ഇത് എനിക്ക് വ്ളോഗിങ് ഇത് കണ്ടുപിടിക്കണവർ കണ്ടുപിടിച്ചോ, അടുത്ത പ്രാവശ്യം ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം ഇതെനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അടുത്ത ഒരിത്. പറ്റുമെന്ന് നോക്കണം. ഇതാണ് റൂം. ഇവിടെ ഒരു സാധനത്തിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഫോൺ ഒരെണ്ണം കുത്തിവെച്ചിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ ട്രൈപോഡ്, ഇതിൻ്റെ ചാർജർ, ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പോയിട്ട് ഇതാണ് സാധനം, ഇതാണ് റൂം. ഇത് സാംസങ് S22 അൾട്ര. ഞങ്ങൾ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ടെറസ്. ഇവിടെയുള്ള വ്യൂ ആണ്. എൻ്റെ പൊന്നെ നിറച്ച് മാങ്ങ. ഇതാണ് നമ്മുടെ ഷൂട്ട് ഫോൺ. അപ്പം ഇതിനകത്ത് ചാർജായി. അപ്പം ഇതിൽ ഇനി കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. റിൻസേച്ചിയുടെ പ്ലേ ബട്ടൺ ദേ അവിടെ ഇരിക്കുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ അന്ന് ഞാൻ കഴിച്ച ഫുഡാണ്. സാധാരണ ഞാൻ അങ്ങനെ ഫുഡ് എടുക്കാറില്ല. ഈ ഒരു സംഭവം ഞാനന്ന് ഫുൾ വ്ളോഗ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പാർട്സും അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ടി. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ.